രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നൊരു വാർത്ത രാവിലെ തൊട്ട് വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ ധാരാളം ന്യൂസ് കാർഡുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന ഇടപാടുകൾ അല്ലെങ്കിൽ തുകകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയക്കുന്ന അതിനൊന്നും ആയിരിക്കില്ല ഫീസ് വരുന്ന പകരം വ്യാപാരികളിൽ നിന്ന് ഇതിനുള്ളൊരു ഫീസ് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ളൊരു നിയമ ഭേദഗതി ഇന്ന് പാർലമെൻറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പറയുന്നത് 1.5 കോടിയിലധികം വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളിൽ നിന്നിട്ട് മാത്രമായിരിക്കാം ഇത്തരത്തിലൊരു തുക ഈടാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതിപ്പോഴല്ല, ഭാവിയിലായിരിക്കും ഇതുണ്ടാകുക എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഈ GPay അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ സൂപ്പർ മണി പോലെയുള്ള കമ്പനികൾ അവർക്ക് ഇത് ലാഭകരമല്ല, ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫീസ് കൂടി ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മുമ്പ് തന്നെ വെക്കുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മൂലധനം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു നീക്കം വേണമെന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. ഈ തുക ഇങ്ങനെ വ്യാപാരികളിൽ നിന്നൊക്കെ ഈടാക്കുമെങ്കിൽ ആ തുക ബാങ്കും ഇത്തരം കമ്പനികളും കൂടിയിട്ടായിരിക്കും പങ്കുവെക്കുക. നമുക്കറിയാം UPI നമ്മുടെ രാജ്യത്തിലെ ബാങ്ക് ഇടപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ പണം ഇടപാടുകളെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്നുള്ള അതിലേക്കാണ് ആദ്യം. പ്രമോദ് സാറ്, നമ്മുടെ ഒരു കാലത്താണ് ഈ UPI ഇങ്ങനെ സജീവമാകുന്നതും ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ ബാങ്കിൽ പോരുന്ന ഇതൊക്കെ ഓർമ്മയായിട്ട് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു വിനിമയ മാർഗ്ഗത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ UPI ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു അല്ലെങ്കിൽ 2000-ന് മുകളിലുള്ള ഇടപാടുകൾക്ക് ഇത്തരത്തിൽ തുക ചുമത്താൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. പിന്നീട് അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് വ്യാപാരികളിൽ നിന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിൽ ഇതേ സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ രാജ്യത്ത് ഡിജിറ്റൽ മണിയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവായി കുറേ കാലം മുമ്പ് തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് പിന്നെ ഈ 500 രൂപ നോട്ട് നിരോധിച്ച കാലം തൊട്ട് തന്നെ, അതിന് തൊട്ട് പുറകെയുള്ള കാലം തൊട്ട് തന്നെ ഈ ഡിജിറ്റൽ മണി എന്നുള്ളതിനെ ഒരു പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കറൻസി അല്ലാതെയുള്ള പേപ്പർ കറൻസി പരമാവധി ഒഴിവാക്കുക, ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സ് പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥത്തിലൊക്കെയുള്ള ഒരു നയ രൂപീകരണത്തിലേക്ക് പോയി കേന്ദ്ര സർക്കാർ. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു അത് പെട്ടെന്ന് വളരുകയും ചെയ്തു, ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പോലെ മറ്റ് പല രാജ്യങ്ങളിലും ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും അതത്ര വ്യാപകമല്ല. ഇന്ത്യയിലിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പറഞ്ഞ പ്രകാരം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈയിൽ തന്നെ വലിയ തോതിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു ഒരൊറ്റ മാസം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാലും 2360 കോടി എന്നാണ് ഒരു കണക്ക്. അപ്പോൾ അല്ലേ, അത്രയധികം ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ചെറിയ നമ്മളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് പോലും പോട്ടെ 2 രൂപയ്ക്ക് പോലും GPay ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വ്യാപകമാകുന്നതിനും മുറയ്ക്ക് ഇത് അങ്ങനെ സൗജന്യമല്ലാതെ നടക്കുമോ, പൂർണ്ണമായും സൗജന്യമായി ഇത് എത്ര കാലം ഇങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമൊക്കെ സാധാരണക്കാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ കടക്കാരൊക്കെ ചിലപ്പോൾ ഈ ബോർഡൊക്കെ വെച്ച് കാണാം, 30 രൂപയ്ക്ക് മുകളിലുള്ളത് മാത്രം GPay ചെയ്താൽ മതി, അതിന് താഴെ പറ്റില്ല എന്നുള്ളത്. അത് അവരുടെ ഒരു ഉള്ളിൽ തന്നെ എന്തോ ഒരു തോന്നൽ, ഇത് എന്തോ ഒരു ഫീസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ചാർജ്. നേരത്തെ നമ്മുടെ കാർഡ് ട്രാൻസാക്ഷനൊക്കെ ചാർജബിൾ ആണ് എന്നുള്ളൊരു സംഗതിയിലേക്ക് വന്നതൊക്കെ ആളുകളെ ഒരു തോന്നലിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ നിൽക്കെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മൂവ് എന്ന് പറയുന്നത് വ്യാപാരികളിൽ നിന്ന് ഇത് ഈടാക്കാം എന്നുള്ള, അതും ഈ പറഞ്ഞ പോലെ 1.5 കോടി വാർഷിക വരുമാനമുള്ള ആളുകളിൽ നിന്ന് മാത്രം എന്നുള്ളതാണ് പറയുന്നത്. അതും ഇപ്പം നടപ്പാക്കാം എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്റ്റിൽ വരുത്താവുന്ന ഒരു ഭേദഗതിയായിട്ട് നിർമ്മല സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതെല്ലാം വരുന്നത് ഒരു പ്രത്യേക നിലയിലേക്കാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വ്യാപാരികൾക്കാണ്, കൺസ്യൂമേഴ്സിനല്ല. അത് 1.5 കോടി വിറ്റ് വരുമാനമുള്ള വളരെ വലിയ തോതിൽ കച്ചവടം നടത്തുന്ന ആളുകളെ മാത്രം ലക്ഷ്യമിട്ടാണ്, അല്ലാതെ നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഷോപ്പ് കീപ്പേഴ്സിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ചെറിയ കടകളും കാര്യങ്ങളൊന്നും അല്ല എന്നും പറയുന്നു. മാത്രമല്ല നമ്മളൊക്കെ ഇപ്പോൾ ഇത് 2000-ന് മുകളിലുള്ള ട്രാൻസാക്ഷന് മാത്രമാണ് അങ്ങനെ ഒരു നികുതി ഒരു തുക പറയുന്നത്, 2000-ന് മുകളിൽ, അതാണ് മനസ്സിലുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ആരെയും ബാധിക്കാതെ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ അതിനെ കാണുക. പക്ഷേ സത്യത്തിൽ അതങ്ങനെയല്ല.
സത്യത്തിൽ ഇത് പിന്നെ ചാർജബിളായി മാറിയേ മതിയാവുള്ളൂ ആയിരിക്കും. കാരണം നമ്മൾ ഈ പറയുന്ന ഈ പ്ലാറ്റ്ഫോംസ്, ഈ UPI പ്ലാറ്റ്ഫോംസ് എല്ലാം പ്രൈവറ്റ് ഇതാണ്, പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. ആരാണ് ഇത് എല്ലാ കാലത്തും പ്രൈവറ്റ് സർവീസ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസിനെ പോലെ നമുക്കിതിനെ കാണാൻ കഴിയും. ഒരു ഘട്ടത്തിൽ ഇത് ചാർജബിൾ ആവുന്നുള്ള കാര്യത്തിൽ ആ ചാർജബിൾ ആവുന്ന ഘട്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ കറൻസി ഇടപാടുകളൊക്കെ സമ്പൂർണ്ണമായും ഇല്ലാതാവുകയും ഏകദേശം നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപെൻഡൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എത്രത്തോളം കൺസ്യൂമേഴ്സ് അതിന് പിന്നെ വഴിപ്പെടുന്നോ, എത്രത്തോളം അതൊരു അനിവാര്യമായ സംഗതിയായി മാറുന്നു, അതിനനുസരിച്ചായിരിക്കും ഇത് ചാർജബിളായി മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ചെറിയ തോതിലൊക്കെയുള്ള സംഗതികളിലേക്ക് അത് പോയിക്കൂടാകില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇടപാടുകൾ നടത്തുന്നു, അതിന് ഒരു പ്രതിഫലവും അവർക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ ഈ പറഞ്ഞ രീതിയിലുള്ള അവരുടെ മുന്നോട്ട് പോക്കിന് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പിന്നെ ഇടപാടുകളുടെ ഒരു ബേസിക് സാധനമാണല്ലോ. അങ്ങനെ അല്ലാതെ പറ്റില്ല. അത് ഭാവിയിൽ അത് അങ്ങനെ മാറും. പക്ഷേ നമ്മളപ്പോൾ ആലോചിക്കേണ്ടത് എന്താണ്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്താ പറയുക, ഒരു ഇളവ് കിട്ടുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സംഗതികൾ, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്ന് അത് വരാതിരിക്കാനുള്ള സംഗതികളോ, അത്രമാത്രമേ ഒരു എന്താ പറയുക അതിൽ നിന്ന് ലെവി ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. ഞാനങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ദിസ് ഈസ് എ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഇത് അല്ലാതെ അല്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ പറയുന്ന തരത്തിലുള്ള അവരുടെ പിന്നെ ഇത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമോ? ഇല്ല. ഇപ്പോൾ ഈ നിയമ ഭേദഗതി നിലവിൽ വന്നാൽ ഉടനെ അത് നടക്കണമെന്നില്ല. ഇതൊക്കെ അതിലേക്കുള്ള ഒരു ഫ്രെയിം വർക്ക് ഒരുക്കലാണ്. ഭാവിയിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാം എന്നുള്ള നിലയിലുള്ള ഒരു നിയമപരമായ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ജനങ്ങൾ കാണാൻ പോകുന്നത് നമുക്കറിയില്ല. ഭാവിയിൽ പിന്നെ ഈ പേപ്പർ കറൻസി ഇടപാടുകൾ പരമാവധി ഇപ്പോൾ ബാങ്കുകളിൽ നമ്മൾ പോകുന്നില്ല. ഇതിൽ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ തന്നെ ധാരാളം ഫ്രോഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പ് വരുത്താതെ നമ്മൾ മുഴുവനായിട്ടും ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആപത്തുകൾ, ഇതെല്ലാം ആളുകളുടെ ആശങ്കകളാണ്. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ മൂവിലേക്ക് കടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇത് എത്ര കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജനകീയ അഭിപ്രായം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം, ഇത്തരം കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കുന്ന പതിവേ ഇല്ല. അങ്ങനെ ഒരു രീതി ഈ ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഇത്രയധികം ജനങ്ങളെ ബാധിക്കാൻ പോകുന്നൊരു വിഷയത്തിൽ ഒരു ചാർജ് അടിച്ചേൽപ്പിക്കുക എന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിനും വഴിവെക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിഷാദ്, ഈ UPI ഇന്ത്യയുടെ ഒരു കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ മറ്റ് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ കൂടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. വേറൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റലായിട്ട് ക്യാഷ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാജ്യത്തെ മാറ്റുന്നു. ആദ്യം അത്തരത്തിൽ മാറ്റുകയും പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അതിൽ സർവീസ് ചാർജുകളിലെ ബാക്കിയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം. നമുക്കറിയാം ഇപ്പോൾ ATM ഉപയോഗത്തിന് എല്ലാത്തിനും ഇത്തരത്തിൽ സർവീസ് ചാർജുകൾ വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് രാജ്യത്തെ മാറ്റുക എന്ന് പറയുന്നത് കാലികമായിട്ടുള്ള ഒരു ആവശ്യമുള്ള സംഗതിയാണ്. അതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ബഹുദൂരം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. സർക്കാരാണ് ഈ 0 MDR എന്നൊക്കെ പറഞ്ഞ പരിപാടി കൊണ്ടുവന്നത്. അതായത് നിങ്ങൾ ഒരാൾക്ക് 1000 രൂപ അയച്ചാൽ 1000 രൂപ അവിടെ കിട്ടും. അതിലത് 999 998 ആവില്ല, ഒരു സർവീസ് ചാർജും ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായി ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് സർക്കാർ ഇതിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഓരോ ദിവസവും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ എണ്ണം കൂടുന്നത് ഭരണ നേട്ടമായി അവതരിപ്പിക്കുന്ന ഒരു സർക്കാരാണ്. അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ ഊർജ്ജഭരിതമാക്കുന്നെന്ന് പറയുകയും UPI ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 2000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ട്രാൻസാക്ഷന് വ്യാപാരികളിൽ നിന്ന് ചെറിയ പണം ഈടാക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ആ തീരുമാനമെടുക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ആ സർവീസിന് പണം വേണ്ടേ? ഇപ്പം GPay ആയാലും ഫോൺ പേ ഓൾറെഡി നഷ്ടത്തിൽ പോകുമെന്ന് പറയുന്നു. GPay അങ്ങനെ വളരെ ഭയങ്കര പ്രോഫിറ്റിൽ പോകുന്ന സ്ഥാപനം അല്ല എന്നാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത്. എന്നാൽ അത് നഷ്ടത്തിലല്ല. പക്ഷേ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അതായത് ഇത്തരം സേവനങ്ങൾക്ക് പണം ഈടാക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റ് അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഗവൺമെൻറ് മറുപടി പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ, ഇത് പണം ഈടാക്കാതെ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ ട്രാൻസാക്ഷൻ നടത്താമെന്നതാണ് ആളുകളെ കൊണ്ട് ഇത് ഉപയോഗിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. മനുഷ്യർ കൂടുതലും ചെറിയ പൈസയാണ് കൈകാര്യം ചെയ്യുന്നത്. ആവശ്യമില്ലാതെ ഒരു പൈസയും സർക്കാരിന് കൊടുക്കാൻ ജനം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവൈഡർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലാതെ തന്നെ സർക്കാർ നമ്മുടെ നിന്ന് ആവശ്യത്തിലധികം തുക പല വഴിക്കൂടെ ഊറ്റിയെടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മളാണെങ്കിൽ ശമ്പളം മേടിക്കുമ്പോൾ സർക്കാരിന് ടാക്സ് കൊടുത്തിട്ട് ബാക്കിയാണ് വാങ്ങിക്കുന്നത്. ആ പൈസയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ട് കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ അവിടെ കൊടുക്കാൻ ടാക്സ്. അതിൽ നിന്ന് മിച്ചമുള്ള പൈസ കൊണ്ട് നേരെ പെട്രോൾ പമ്പ് ചെല്ലുമ്പോൾ അവിടെ കൊടുക്കാൻ ടാക്സ്. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ കൊടുക്കാൻ ടാക്സ്. അത് കഴിഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്ഥലത്തേക്ക് കുട്ടിയുമായിട്ട് കയറിയാൽ അവിടെയും കൊടുക്കണം ടാക്സ്. അങ്ങനെ ടാക്സിൻ്റെ ഒരു സർക്കാർ ഊറ്റാവുന്ന സകല മേഖലയുടെയും നമ്മളെ വലിച്ചു ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കൊടുക്കുന്ന പൈസ ട്രാൻസാക്ട് ചെയ്യുന്നതിനോട് പൈസ ട്രാൻസാക്ഷൻ കൊണ്ട് പൈസ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ആളുകൾ എന്ത് ചെയ്യും? ശരി, ചെറിയ പൈസയൊക്കെയല്ല, നമുക്ക് ക്യാഷ് വെച്ച് ഡീൽ ചെയ്യാം എന്ന് തീരുമാനിക്കാൻ തുടങ്ങും. ഉറപ്പായിട്ടും തീരുമാനിക്കും ഇന്ത്യയിലെ ജനങ്ങൾ. ആ തീരുമാനം നമ്മൾ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോവുകയാണെന്നുള്ള നമ്മുടെ വേഗത്തിനാക്കം കുറയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വരെയും ഇമ്പോർട്ടൻസ് ഉള്ളവരാണ്. കാരണം 250 രൂപയ്ക്കും 300 രൂപയ്ക്കും ഒരു ദിവസം വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകളുടെ നാടുള്ള രാജ്യമാണ്, ബഹുഭൂരിപക്ഷം ആൾക്കാരുള്ള നാടാണ് ഇന്ത്യ. ഇവിടുത്തെ പോലെ ദിവസവേതനമൊന്നും പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും ഇല്ല. അവിടെയുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ പൈസ ഈടാക്കാൻ തീരുമാനിച്ചാൽ, ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം ഇതൊക്കെ വ്യാപാരികളുടെ കയ്യിൽ നിന്നാണെങ്കിൽ പറയുമെങ്കിലും ഫൈനലി അതിൻ്റെ ലിമിറ്റുകൾ, അതിൻ്റെ അതിരുകളെല്ലാം മാഞ്ഞു പോവുകയും എല്ലാ മനുഷ്യരുടെ കയ്യിൽ നിന്നും പൈസ ഈടാക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. സർക്കാരിന് ആ കാര്യത്തിൽ യാതൊരു തത്വദീക്ഷയും ഉണ്ടാവില്ല, ഒരു ധാർമ്മികതയും ഒരു ദയയും ഉണ്ടാവില്ല. ഇപ്പോൾ E20 എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും സ്കൂട്ടറിൻ്റെ എഞ്ചിനകത്ത് ഉപ്പ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. സർക്കാരിന് ഒരു ദയ ഉണ്ടാവില്ല. 80% പെട്രോള് 100% പെട്രോളിൻ്റെ പൈസയ്ക്ക് നമുക്ക് തന്നിട്ട് അതൊഴിക്കുന്ന നമ്മുടെ എഞ്ചിൻ കേടായി പൊക്കോട്ടെ എന്ന ശാപവും കൂടെ വെച്ചിട്ടാണ് തരുന്നത്. 100% പെട്രോളിൻ്റെ ഒന്നും പറയാനില്ല, അതിൽ തന്നെ ഭയങ്കര നികുതി ഏർപ്പെടുത്തിയിട്ട് നികുതി കൂടി ഉൾപ്പെടുന്ന ഒരു വിലയാണ് നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പൗരൻ്റെ പോക്കറ്റ് എന്ന് പറയുന്ന ദയയോ ധാർമ്മികതയോ ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി അയാളുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് കൊടുക്കുന്ന പൈസ, നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ പൈസയിൽ അയാൾക്ക് കിട്ടുന്നതിനകത്ത് നിന്ന് അയാളുടെയും സർവീസ് ചാർജ് പിടിക്കുന്നു എന്ന് തോന്നുക, അയാൾ എന്തായിരിക്കും ചെയ്യുക? നമ്മുടെ ഉൽപ്പന്നത്തിന് അടിച്ചു തരും. അതാണ് സംഭവിക്കുക. നിങ്ങളിപ്പോൾ സമീപത്തുള്ള ഏത് ഹോസ്പിറ്റലിലും പോയി നോക്കുക, അവിടെ നഴ്സുമാരുടെ വേതനം കുറച്ച് കൂട്ടി, മിക്കവാറും ഹോസ്പിറ്റലിൽ കൂട്ടി. പക്ഷേ നിങ്ങൾ കാണാൻ നിൽക്കുന്ന എല്ലാ ഡോക്ടേഴ്സിൻ്റെയും OP ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ വലിയ തോതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യവസായിയും ഒരു ഇൻവെസ്റ്ററും ഒരു വ്യാപാരിയും നമ്മൾ നന്നാക്കാൻ വേണ്ടി നമുക്ക് ഓഫർ തരില്ല. ഗവൺമെൻറ് അവർക്ക് മേൽ എന്തെങ്കിലും ചാർജസ് കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭാരം വഹിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും എന്ന് പറഞ്ഞ പോയിൻ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ ഉപഭോക്താവിന് തലയിലാവുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ 3000 രൂപ എന്നുള്ള അതിരൊന്നും ഉണ്ടാവില്ല. അത് ഈ പറയുന്ന നമ്മുടെ തന്നെ തലയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഒരു കാര്യമുള്ളത് ഈ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പരിപാടിയെ ഉണ്ടാവില്ല എന്നാണ് സർക്കാർ എപ്പോഴും വാഗ്ദത്തം ചെയ്യുന്ന ഒന്ന്. എല്ലാവരും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഒരേ മാർഗ്ഗത്തിലൂടെ പൈസ അയക്കുമ്പോൾ തുല്യത എന്ന് പറയുന്ന സംഗതി നിലവിൽ വരികയാണെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഗ്രാമീണ മേഖലയിലെ മനുഷ്യരിൽ നിന്ന് പിൻവാങ്ങുന്ന നിലയുണ്ടാവും. 2000 രൂപ അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് വന്നാൽ ആ ലിമിറ്റിന് മുകളിലേക്കുള്ള പൈസ ക്യാഷായി ചിലവഴിക്കാൻ ആൾക്കാർ തീരുമാനിക്കും. സോ ഇതെന്ത് ഉണ്ടാക്കും? കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കും. ആ കുറച്ച് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിലവഴിക്കും. ഒരു പൈസയും കളയാനില്ലാത്ത മനുഷ്യർ ക്യാഷ് ഉപയോഗിക്കുകയോ അല്ല അതിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്യും. ഇതെന്ത് ചെയ്യാൻ പോവാണ്? ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സമതുല്യത, എല്ലാവർക്കും ഉള്ള ഐക്യം ഒരു ഇതില്ലാതാവും. പകരം ആളുകൾ ഇത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാത്തവർ, കുറച്ച് ഉപയോഗിക്കുന്നവർ, ക്യാഷ് ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞ് ഡിവൈഡ് നിലവിൽ വരും. അപ്പം നമ്മുടെ ഒരു ആത്യന്തികമായ ആശയത്തിന് എന്ത് പറ്റും? പരിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് ഇനിയിപ്പോൾ ചെറിയ ഇപ്പം GPay ആയാലും കൊള്ളാം, ഫോൺപേ ആയാലും കൊള്ളാം, അവരൊന്നും ഒരു വരുമാനമില്ലാതല്ല പ്രവർത്തിക്കുന്നത്. അവരിപ്പം വൻകിട ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓഫറുകൾ തരുന്ന പൈസയുണ്ട്. പിന്നെ നമ്മൾ ചില ബിൽ പേയ്മെൻറ്റുകളൊക്കെ നടത്തുമല്ലോ, പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ കുറച്ച് പൈസ പിടിക്കുന്നുണ്ട്. ഇപ്പം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബിൽ പേയ്മെൻറ്റുകൾ നടന്ന് കോടിക്കണക്കിന് രൂപയാണ് ഈ പറഞ്ഞ ആപ്പുകൾക്ക് കിട്ടുക. അല്ലാതെ ചില്ലറ പൈസയൊന്നുമല്ല. അങ്ങനെ ഇവർ നഷ്ടത്തിൽ എന്തോ ഒരു സേവനം നടത്തുന്നവരൊന്നുമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് കൂട്ടണം, അതിന് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് സർക്കാരിന് പറയുമ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അവർക്ക് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുകയോ ചെയ്ത് ഈ മേഖലയെ ആരോഗ്യകരമായി നിലനിർത്താൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ സങ്കീർണമായ പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് ഇത്തരം UPI ആപ്പുകൾ നിലനിർത്തുന്നതിന് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം. ഗവൺമെൻറ് ഇപ്പോൾ വേറെ എവിടെ സ്പെൻഡ് ചെയ്യുന്നത്? എല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതായത് പെട്രോളിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുകയും നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആനുകൂല്യം തരില്ല, കൂടുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കും. ഗവൺമെൻറ് ഒന്നിൻ്റെയും ഭാരം എടുക്കില്ല എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇത് ഭയങ്കരമായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് എങ്ങനെയാണോ
നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സർക്കാർ കൊടുക്കണം. ഇത് പ്രമോദ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സംഗതി ഉപയോഗിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യത പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീസ് ഈടാക്കാൻ തുടങ്ങും, അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. ജിയോ വന്നത് ഞെട്ടിക്കുന്ന ഓഫറുകളായിട്ടായിരുന്നു. ഇപ്പോൾ ജിയോ ഒരു മാർക്കറ്റ് ലീഡറാണ്. അടുത്ത ഫീസ് വർധനയ്ക്ക് കിടക്കാൻ കാണാം. അവർ താരിഫ് വർദ്ധിപ്പിക്കാൻ പോവാണ്. എല്ലാ റീചാർജുകൾക്ക് വേണ്ട 55 രൂപ വെച്ച് കൂടാൻ പോകുന്നിരിക്കുന്നു. അടുത്ത 3 മാസത്തിനകം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. കാരണം മറ്റേ പ്ലേയേഴ്സിനെ എല്ലാം അവരെന്ത് ചെയ്തു? വീക്കെൻഡ് ആദ്യം പിടിക്കുക. മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി പരമാവധി ഏറ്റവും കുറഞ്ഞ വിലയിൽ വരിക, നിങ്ങളെല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കുക. പിന്നെ മാർക്കറ്റിൽ എന്തായിരിക്കണം താരിഫ് എന്ന് അവർ തീരുമാനിക്കും. BSNL ഇപ്പോൾ അതിനകത്ത് ഒരു റോളും ഇല്ല എന്നല്ല വന്നു. സോ അതിവിടെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായ കാര്യം. ഒരു ബിസിനസ് ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ള ആപ്പുകൾ, അതിൻ്റെ കമ്പനികളെ സഹായിക്കൽ പോലുള്ള പരിപാടിയല്ല. ഗവൺമെൻറ് അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഇത് ഫ്രീ ആയി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി നിൽക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്ന് ഒരു വിചാരവും വേണ്ട. എന്താണോ വരുന്ന ഭാരം, ഗവൺമെൻറ്റിന് ഒരു ഭാരം വരുന്നു തോന്നിയാൽ അതിൻ്റെ 2 ഇരട്ടി ഭാരം നിങ്ങളുടെ തലയിൽ വെച്ച് തരും. അതാണ് സംഭവിക്കാൻ പോകും. യെസ്, നമുക്കറിയാം നിലവിൽ ഓരോ UPI പ്ലാറ്റ്ഫോമും നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് തിരികെ തന്നുകൊണ്ടിരുന്ന ക്യാഷ് എത്രയാണെന്നും പിന്നീട് അത് എങ്ങനെ ഇല്ലാതായെന്നും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പുതിയ ഓരോ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുമ്പോൾ അവർ ഇത്തരത്തിൽ ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ UPIയിൽ വരുന്ന ഈ പരിഷ്കരണങ്ങൾ ഇന്ന് കച്ചവടക്കാരാണെങ്കിൽ അത് നാളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതേണ്ടത്.